ലെമൺ ജ്യൂസിൻ്റെ ക്വാളിറ്റി ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടക്കം തന്നെ അനുമോൾ മാഡം പറയുന്നുണ്ട്, നോക്കിയേ ഇതിൻ്റെ അളവുകൾ കറക്റ്റല്ല, ഇതിൻ്റെ ആ ക്വാണ്ടിറ്റി കറക്റ്റല്ല, അതുപോലെ ക്വാളിറ്റി ചെക്കിങ് ഇനി വരുന്നതേ ഉള്ളൂ, ലീക്കേജ് ഉണ്ടോയെന്ന് നോക്കണം. അപ്പോൾ അങ്ങനെ പറഞ്ഞു തുടങ്ങിയത് ബാക്കിയുള്ള ഹെൽപ്പേഴ്സ് എല്ലാവരും കൂടെ ഭയങ്കര ബഹളം തുടങ്ങി. അപ്പം അനുമോൾ ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായം കേൾക്കാനാണോ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്? നിങ്ങൾ വേഗം ഇവിടുന്ന് പോകണം, ഇവിടുന്ന് പോകാതെ ഇതിൻ്റെ ചെക്ക് ചെയ്യത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ട്, ബാക്കിയുള്ളവരെല്ലാവരും അവിടെ നിന്ന് മാറി നിൽക്കേണ്ടതാണ്, ചെക്കിങ് അവർ ചെയ്തോളൂ എന്ന് പറയുന്നു. ബോട്ടിൽ ചളുങ്ങിയിട്ടുണ്ടെന്ന് അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ അവർ എല്ലാവരും വന്നിട്ട് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പറയുകയാണ്, ഒരൊറ്റ ബോട്ടിലിന് പോലും ചളുക്കില്ല, മാഡം ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യണം, മാഡം എന്തിനാണ് ഇങ്ങനെ പറഞ്ഞ് റിജക്റ്റ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നുണ്ട്. അനീഷ് പറയുന്നുണ്ട്, ഞാൻ എല്ലാ തരത്തിലും നോക്കിയും കണ്ടും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിവിടെ കൊണ്ടുവന്നത്, അതുകൊണ്ട് മാഡം ഒന്നുകൂടെ ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം, ഞങ്ങൾ എല്ലാ തരത്തിലുമുള്ള ഹൈജീൻ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നതെന്ന് അനീഷ് പറയുന്നുണ്ട്. ഇതിൻ്റെ ബോട്ടിലുകളെല്ലാം ചളുക്കമാണ്, ഇത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ബോട്ടിലും എടുക്കാമെന്ന് ജിഷിൻ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ലെമൺ ജ്യൂസിൻ്റെ ചളുക്കം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ജ്യൂസിൻ്റെ ചളുക്കവും ഓക്കെ ആവും എന്നാണ് ജിഷിൻ പറയുന്നത്. നൂറയും ആര്യനും അക്ബറും ഒക്കെ അനുമോളെ ചെക്ക് ചെയ്യാൻ സമ്മതിക്കാത്ത കണക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, നിങ്ങൾ പൊയ്ക്കോ, ഞാനിവിടെ ചെക്ക് ചെയ്യുമല്ലേ, എനിക്കറിയത്തില്ല ഇത് ചെയ്യാൻ, നിങ്ങൾ തന്നെ ചെയ്യാൻ അനുവദിക്കൂ, ഞാൻ എൻ്റെ വർക്കേഴ്സിനോട് പറഞ്ഞ് നല്ല കൃത്യമായിട്ട് ജോലി എടുപ്പിച്ച് ചെയ്ത് ഹൈജീനോടെ ചെയ്ത് കൊണ്ടുവന്ന സാധനമാണെന്ന് അനീഷ് പറയുന്നുണ്ട്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഈ സ്ഥാപനം ഞാൻ തുടങ്ങിയിരിക്കുന്നതെന്നും അനീഷ് പറയുന്നുണ്ട്. മാസത്തിൽ എനിക്ക് ഈ ബാങ്കിൻ്റെ ലോൺ അടയ്ക്കണം, പിന്നീട് ഈ വർക്കേഴ്സിനുള്ള സാലറി എനിക്ക് കൊടുക്കണം, മനസ്സിലായോ? അതുകൊണ്ട് ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് അപ്രൂവൽ തരണമെന്നും പറഞ്ഞ് അനീഷ് ബഹളം വയ്ക്കുകയാണ്. അനീഷ് ചോദിക്കുന്നുണ്ട്, ഇതിന് മുന്നേ വന്ന ഓണറുടെ തലയിൽ ക്യാപ്പ് ഉണ്ടായിരുന്നോ, ഡ്രസ്സ് ഇട്ടിരുന്നോ, എന്തെങ്കിലും ഹൈജീനുള്ള കാര്യമാണോ ആ പുള്ളിക്കാരൻ ചെയ്തത്? ലൈവിൽ ഭയങ്കര ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒന്നും നമുക്ക് കേൾക്കാൻ വയ്യ, എല്ലാവരും കൂടി ബഹളമാണ്. അനീഷിൻ്റെ ഗ്രൂപ്പിലുള്ളവരും എന്നിട്ട് നെവിൻ്റെ ഗ്രൂപ്പിലുള്ളവരും കൂടെ ഭയങ്കരമായ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഘർഷത്തെ തുടർന്ന് അനുമോൾ എണ്ണീച്ച് വന്നിട്ട് അനീഷിനോട് പറയുന്നുണ്ട്, പോ 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 ഇവിടെ നിൽക്കരുതെന്ന് പറഞ്ഞ് അനുമോൾ ബെല്ലടിക്കുന്നുണ്ട്. ബെല്ലടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എല്ലാവരും അനുമോൾക്ക് ചുറ്റും കൂടിയിട്ടുണ്ട്. ജിഷിനും ഉണ്ട് അടുത്ത് തന്നെ. അനുമോൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ബോട്ടിലെടുക്കുമ്പോൾ തീരുമാനിച്ചെടുത്തൂടെ? ബോട്ടിൽ പിടിച്ച് പിടിക്കുകയും ചെയ്യുമ്പോഴല്ലേ ബോട്ടിൽ ചളുങ്ങുന്നേ, നിങ്ങൾ എടുക്കാൻ നേരം എന്തുകൊണ്ട് സൂക്ഷിച്ചെടുക്കുന്നില്ല? ജിഷിൻ പറയുന്നുണ്ട്, ചളുക്ക് നോക്കിയാൽ ഒന്നും എടുക്കാൻ പറ്റത്തില്ല, ചളുക്ക് ഒരു പ്രശ്നമായിട്ട് നമ്മൾ എടുക്കാതിരുന്നാൽ എല്ലാം എടുക്കാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന മാഡവും സാറും കൂടെ ഭയങ്കരമായ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. സാറ് പറയുന്നത് ചളുക്ക് ഒരു പ്രശ്നമാക്കണ്ട, പക്ഷേ മാഡം പറയുന്നത് ചളുക്ക് പ്രശ്നമായിട്ട് എടുക്കും, കാരണം ചളുക്കില്ലാത്തത് മാത്രമേ അനുമോൾ അംഗീകരിക്കത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ലെമൺ ജ്യൂസ് ഇരിക്കുന്ന ബോട്ടിൽ മാത്രമാണ് ചളുക്കില്ലാത്തത്, 1-2 ബോട്ടിലിന് ചളുക്കുണ്ട് അതിനകത്ത് തന്നെ. അനുമോൾ ഒട്ടും സമ്മതിക്കുന്നില്ല. അനുമോൾ പറയുന്നത്, ഞാനിത് സമ്മതിക്കത്തില്ല, ഞാനിത് അപ്രൂവ് ചെയ്യത്തില്ലെന്ന് പറയാണ്. പക്ഷേ ജിഷിൻ പറയുന്നത്, ചളുക്ക് അത്ര കാര്യമായിട്ട് ഞാൻ നോക്കുന്നില്ല, ഞാനിത് അപ്രൂവ് ചെയ്യുമെന്ന് ജിഷിൻ പറയുന്നുണ്ട്. ഇപ്പോൾ രണ്ടുപേരുടെ തർക്കമാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. എന്നാൽ നിങ്ങൾ തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ട് അനുമോൾ മാഡം ഇറങ്ങിപ്പോവുകയാണ്. എല്ലാവരും പുറകെ വന്ന് അനുമോളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എൻ്റെ തീരുമാനത്തിന് ഒരു മാറ്റവും ഇല്ല, 5 ലെമണും 3 ഓറഞ്ചും ജിഷിൻ ഇപ്പം അപ്രൂവൽ ചെയ്തിരിക്കുകയാണ്. അനീഷ് അനുമോളുടെ പുറകെ നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ്, മാഡം പ്ലീസ് അപ്രൂവ് ചെയ്യും മാഡം, എനിക്ക് വേറെ മാർഗ്ഗമില്ല, ലോൺ അടയ്ക്കേണ്ടതാണ്, ഞങ്ങളുടെ കമ്പനി പൂട്ടിപ്പോകും മാഡം എന്നും പറഞ്ഞുകൊണ്ട് അനീഷ് പുറകെ നടക്കുന്ന അനുമോൾ പറയുന്നുണ്ട്, എന്തൊരു ശല്യമാണ് ഇത്, എന്തിനാണ് എൻ്റെ പുറകെ നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് അനുമോൾ ഓടിക്കുന്നുണ്ട് അനീഷിനെ. പ്ലീസ് മാഡം, കണ്ണിച്ചോരയില്ലാതെ പെരുമാറരുത് മാഡം എന്നും പറഞ്ഞ് അനുമോളുടെ പുറകെ നടക്കുകയാണ്. ഗാർഡൻ ഏരിയ മൊത്തം എല്ലാവരും അവിടെ കിടക്കുകയാണ്. കണ്ടസ്റ്റൻറ്റുകളെല്ലാം കൂടെ ഭയങ്കര ബഹളമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കമ്പനി കെട്ടിപ്പടുക്കാനാണ് മാഡം പ്ലീസ് മാഡം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിലത്തിരിക്കുകയാണ് അനീഷ്. അപ്പം അനുമോൾ പറയുകയാണ്, ഇയാൾ എന്തോന്ന് ഇത് ഓവർ ആക്ടിങ് കാണിക്കുന്നത്? അനുമോളുടെ പുറകെ അഭിലാഷ് വന്നിട്ട് പറഞ്ഞിട്ട്, മാഡം പ്ലീസ് മാഡം അപ്രൂവ് ചെയ്യും മാഡം എന്ന് പറയുന്നത്. ഇയാളാരാന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അഭിലാഷ് പറയുകയാണ്, ഞാൻ മാഡത്തിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നെന്ന്, എന്തുവാ കുറേ ആയി മേടിക്കും എൻ്റെ അടുത്ത് നിന്ന് അനുമോൾ പറയുന്നുണ്ട്. അങ്ങനെ പറയാം, മാഡത്തിൻ്റെ ദേഷ്യം കാണാൻ നല്ല രസമാണ് മാഡം. അനുമോളുടെ മുമ്പിൽ മുട്ടുകുത്തി ഇരുന്നിട്ട് തൊഴുന്നുണ്ട് അനീഷ്. അപ്പോൾ അനുമോൾ പറയണം, ഇയാൾ എന്തോ നീ കാണിക്കുന്നത്, എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കരുത്, ഇങ്ങനെ കാണിക്കരുതെന്ന് അനുമോൾ പറയുകയാണ്. അനുമോൾ പറയുന്നുണ്ട്, ജിഷിൻ പറയുന്നത് എൻ്റെ അടുത്ത് കണ്ണടച്ചു കൊടുത്തേക്കാൻ. ഞാൻ കണ്ണടച്ചു കൊടുക്കത്തില്ല, ഞാൻ അപ്രൂവ് ചെയ്യത്തില്ല. എല്ലാവരും ലിവിങ് റൂമിൽ വന്നിരിക്കണമെന്ന് ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കണ്ടസ്റ്റൻറ്റുകളും ലിവിങ് റൂമിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട്, നിങ്ങൾ ക്വാളിറ്റി ചെക്കേഴ്സ് പെട്ടെന്ന് ഫ്രണ്ടിലോട്ട് വരൂ. അനുമോൾ പറയുന്നുണ്ട്, ലെമണിന് 1. അപ്പം ജിഷിൻ പറയുകയാണ്, ചളിങ്ങിയ ബോട്ടിലുകൾ എടുക്കാനാണെന്നുണ്ടെങ്കിൽ എല്ലാ ബോട്ടിലുകളും എടുക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം റിജക്റ്റ് ആവേണ്ടതാണ്. ലെമണിൻ്റെ എടുത്തിട്ടുള്ള ബോട്ടിലിനകത്ത് ചളുക്കുണ്ട്, അപ്പോൾ പിന്നെ എല്ലാം എടുക്കണം.
അങ്ങനെ ഞാൻ 5 ലെമണിൻ്റെ ബോട്ടിലിനും 3 ഓറഞ്ച് ബോട്ടിലും അപ്രൂവ് ചെയ്തിട്ടുണ്ട്. അനുമോൾ പറയുന്നുണ്ട്, ഇനി ഞാൻ പറയാം. ഓറഞ്ച് ജ്യൂസിൻ്റെ ഒരെണ്ണം ലീക്കായിരുന്നു, ഒരെണ്ണം അടപ്പ് പകുതി തുറന്നിരുന്നത്. മൂന്നാമത്തത് ഒരു സൈഡ് ഫുള്ള് ചളുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. നോക്കുമ്പോൾ എല്ലാം നോക്കണം. അപ്പോഴേക്കും ജിഷിൻ തർക്കിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അനുമോൾ പറയാണ്, ലെമണിനകത്ത് ലീക്കേ ഉണ്ടായിരുന്നില്ല, ചെക്ക് ചെയ്തില്ലായിരുന്നോ? ഞാൻ ചെക്ക് ചെയ്തല്ലോ. കണ്ടസ്റ്റൻറ്റുകളെല്ലാം അനുമോൾക്കെതിരെ സംസാരിക്കുകയാണ്. ജിഷിനും കണ്ടസ്റ്റൻറ്റുകളും ഒരു സൈഡും, അനുമോൾ ഒറ്റയ്ക്കുമായിട്ടാണ് ഇപ്പോൾ സാമ്പിളാണെങ്കിലും എന്താണെങ്കിലും എല്ലാം ഞാൻ ഒരുപോലെയാണ് കാണുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട്. ഇവരുടെ എല്ലാ ബോട്ടിലും ഞാൻ ചെക്ക് ചെയ്തു, അതിൽ ഒരു ബോട്ടിൽ മാത്രം വലിയ ചളുക്കില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ആ ഒരെണ്ണം അപ്രൂവ് ചെയ്തു. പിന്നെ ബിഗ് ബോസ് രണ്ടാമത് വന്ന എല്ലാ ബോട്ടിലിനകത്തും ചളുക്കുണ്ടായിരുന്നു. അപ്പോൾ ജിഷിൻ പറയുന്നുണ്ട്, അത് തന്നെയാണ് പോയിന്റ്. ചളുക്ക് നോക്കുവാണെങ്കിൽ എല്ലാത്തിനും നോക്കണം, ചളുക്ക് നോക്കുന്നില്ലെങ്കിൽ ഒന്നിലും നോക്കരുതെന്നാണ് ജിഷിൻ്റെ വാദം. അക്ബറൊക്കെ പറയുന്നുണ്ട്, എന്തൊരു മണ്ടത്തരമാണ് ഈ പറയുന്നത്. അപ്പം ഞങ്ങൾ തന്നത് എല്ലാത്തിനകത്തും ഈ പ്രശ്നമുണ്ടല്ലോ, ഓൾറെഡി ബിഗ് ബോസ് തന്നതെല്ലാം ചളുങ്ങിയതാണെന്ന് അനുമോൾ തന്നെ പറയുന്നു. പിന്നെന്താണ് ഇവിടെ പ്രശ്നം? എന്ത് മണ്ടത്തരമാണ് അനുമോൾ വിളിച്ച് പറയുന്നത്? എല്ലാവരും കൂടി കലവില പറയുന്നത് കൊണ്ട് അനുമോൾ പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾ സംസാരിച്ചോ, ഞാൻ സംസാരിക്കുന്നില്ല. ഓറഞ്ച് ടീമിൻ്റെ പ്രതിനിധിയായ നൂറ അപ്പോഴത്തേനും തർക്കം തുടങ്ങി. അപ്പോൾ ഒരു ബോട്ടിൽ ഞങ്ങളുടേതും ഒരു ബോട്ടിൽ അവരുടേതുമായിട്ട് മാറ്റണം. അന്നേരം അനുമോൾ പറഞ്ഞത്, നിങ്ങൾ കൊണ്ടുവന്നത് ആകെ 3 ബോട്ടിലാണ്, അവർ 5 ബോട്ടിൽ കൊണ്ടുവന്നതിൽ നിന്നാണ് ഒരെണ്ണം എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് 3 ബോട്ടിലേ ഉള്ളൂ, ആ 3-നകത്തും കംപ്ലൈൻ്റ് ഉണ്ട്. ഞങ്ങൾ 6 ബോട്ടിൽ കൊണ്ടുവന്നെങ്കിൽ അത് ഞങ്ങളുടെ മിടുക്കാണ്, അവർ 3 ബോട്ടിൽ കൊണ്ടുവന്നുള്ളെങ്കിൽ അത് ഞങ്ങളുടെ പ്രശ്നമല്ലെന്ന് അനീഷ് പറയുന്നുണ്ട്. അത് അപ്രൂവ് ചെയ്യേണ്ടുന്ന കടമ നിങ്ങൾക്കുള്ളതാണ്. 6-3 ആക്കുക, എല്ലാ ബോട്ടിലും അംഗീകരിക്കാമെന്നാണ് പറയുന്നത്. ലെമൺ ജ്യൂസ് 6 ബോട്ടിലും 3 ബോട്ടിൽ ഓറഞ്ച് ജ്യൂസുമാണ് ഉള്ളത്. അപ്പം ഇത് രണ്ടും അംഗീകരിക്കണമെന്നാണ് അനീഷിൻ്റെ വാദം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്ന് അനുമോൾ ഒരുപാട് തവണ പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ കിടന്ന് ബഹളം ഉണ്ടാക്കിയാണ്. അപ്പോൾ അനുമോൾ അക്ബറിനോട് പറയണം, അക്ബർ ഒന്ന് മിണ്ടാതിരിക്കൂ. നൂറ ചോദിക്കുന്നുണ്ട്, ഒരു ലെമൺ അപ്രൂവൽ എന്നല്ലേ പറയാൻ പോകുന്നത്, അല്ലാതെ വേറെ ഒന്നും അല്ലല്ലോ പറയാൻ പോകുന്നത്. അനുമോൾ ചോദിക്കുന്നുണ്ട്, ഈ ബോട്ടിൽ ചളുങ്ങാൻ കാരണം ആരാ, ഞങ്ങളാണോ? അപ്പം അവിടെ ഇരുന്നവർ പറയാണ്, ബിഗ് ബോസ്. അനുമോൾ ചോദിക്കുന്നുണ്ട്, ബിഗ് ബോസ് പറഞ്ഞോ ചളുക്കാൻ? ആരാണ് ചളുക്കിയത്? ബിഗ് ബോസ് ആണോ ചളുക്കിയത്? ഇപ്പോൾ ക്വാളിറ്റി ഇൻസ്പെക്ടർമാർ തമ്മിലുള്ള വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അനുമോൾ പറയുന്നുണ്ട്, കൊണ്ടുവരുന്നതിന് മുമ്പേ കണ്ണടച്ചു കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞതാണ്, നോക്കിക്കണ്ടും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അഭിപ്രായം പറയാവുള്ളൂ എന്ന് പറഞ്ഞതാണ്. ഷാനവാസ് പറയുന്നുണ്ട്, അനു പറയുന്നതിൽ ഒരു വാക്കും ശരിയല്ല, ഇതൊരു ടാസ്ക്കാണ്, ഈ ടാസ്ക് ലെറ്റർ പ്രകാരം എന്ന് പറഞ്ഞിട്ട് ജിഷിന് വായിക്കുക. ഈ ടാസ്കിൻ്റെ അപ്പുറത്ത് ഒരു ഘട്ടം കൂടിയുണ്ട്, ആ ഘട്ടത്തിലേക്ക് കടക്കാൻ വേണ്ടി നിങ്ങളൊന്ന് സമ്മതിക്കെന്ന് പറയുകയാണ് ജിഷിൻ. 15 അംഗങ്ങളും കൂടി ഭയങ്കരമായ വഴക്ക് നടക്കുകയാണ്. കാരണം ഈ ടാസ്ക് ജയിക്കുന്നവർക്ക് ബിഗ് ബോസ് ഒരു ഗോൾഡ് കോയിൻ കൊടുക്കുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു വഴക്കാണ് ഇപ്പോൾ ഈ നടത്തിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. 2 തവണ ബോട്ടിൽ തന്നപ്പോഴും നിങ്ങൾ അടിയുണ്ടാക്കി ബഹളം ഉണ്ടാക്കി ആ ബോട്ടിലുകൾ ഇത്രയും ചളുക്കിയത് നിങ്ങൾ തന്നെ അല്ലേ? അപ്പം നിങ്ങളാണ് ഇതെല്ലാം ചെയ്തു വെച്ച് പ്രശ്നമാക്കിയേക്കുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ശാന്തമായി ചെന്ന് ഓരോ ബോട്ടിലുകളായി എടുത്ത് ചളുക്കില്ലാതെ ക്ലീനാക്കി എന്തുകൊണ്ട് തന്നില്ല? എന്നാൽ നിങ്ങൾക്കിത് പാസ്സാകുമായിരുന്നല്ലോ എന്നാണ് അനുമോളുടെ വാദം. പക്ഷേ അവിടെ ആരും അനുമോളുടെ വാക്ക് അംഗീകരിക്കാൻ തയ്യാറല്ല.